അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷിഫയും നുസൈബയും അന്ന് ഷമ്മാസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നിമിഷങ്ങൾ. സത്യം പറഞ്ഞാൽ നുസൈബ നല്ല ടെൻഷനുണ്ട്. അവൾ ഷിഫയോട് പറയുകയാണ്, എടി ഷിഫ, എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു പേടി വരുന്നടി. എൻ്റെ പൊന്നാര പെണ്ണേ, അവൻ നിന്നെ വിഴുങ്ങൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ വേണ്ടിയല്ലേ. ഇതുവരെ നീ അവനോട് ശരിക്കും സംസാരിച്ചിട്ടുണ്ടോ? നിന്നെ അവൻ കണ്ടിട്ടുണ്ടോ? അത് പറ. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ നിൻ്റെ മുഖം അവന് ശരിക്കൊന്ന് കണ്ടിട്ട് പോലുമില്ല. നിൻ്റെ കണ്ണുകൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എടി, എനിക്ക് എന്തെന്ന് അറിയില്ല, എന്തൊക്കെയോ ഒരു ശരിയാണ്. നമ്മൾ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയും ഒരു വിറക്കലൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ലടി, നല്ലതിന് വേണ്ടിയല്ലേ. ഒരിക്കലും നിങ്ങൾ വെറുതെ ഇങ്ങനെ കളിക്കാനൊന്നല്ലല്ലോ, നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് കടക്കാനല്ലേ. അതിന് വേണ്ടിയിട്ടല്ലേ. അതിന് ജസ്റ്റ് ഒന്ന് കണ്ടൊന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല. എടി പ്ലീസ്, നിൻ്റെ ഹിജാബൊന്ന് നീ ഒന്ന് അവനക്ക് പൊക്കി കാണിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് കണ്ടോട്ടെ നിൻ്റെ മുഖം ഒന്നുമില്ലെങ്കിൽ എത്ര ആകാംക്ഷ ഉണ്ടാകും. എന്നാലും ഓനായതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ചെക്കന്മാരാണെങ്കിലോ എന്നോ ഫോട്ടോ ഒക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശരിയാണെടി, അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും എനിക്ക് എന്തൊക്കെയോ ഒരു ചമ്മല് വരികയാണ്. അതൊക്കെ ശരിയാകും പെണ്ണേ, ഫസ്റ്റ് ടൈം ആയിട്ടാണത്. എടി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ തെറ്റല്ലേ. ഷിഫ ഒന്നും മിണ്ടിയില്ല. നുസൈബ, ഞാൻ നിന്നോട് എന്താ പറയുക, തെറ്റാണോ എന്ന് ചോദിച്ചാൽ സംഭവമൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും അവന് നിന്നെ വിവാഹം കഴിക്കൂല എന്ന് ഉറപ്പായിട്ടും നീ അങ്ങനെ അവന് മുഖം കാണിച്ചു കൊടുക്കണമൊക്കെ ഒരു പക്ഷേ ഓക്കെ ആയിരിക്കും. പക്ഷെ അതല്ലല്ലോ, ഇതങ്ങനെ ഒരിക്കലും അല്ല. ഇത് അവന് നിന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്തുവാനാണ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയാണ്. എന്നാലും ഇത്രയൊക്കെ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ആ മുഖം ഒന്ന് കണ്ടു എന്ന് വിചാരിച്ചിട്ട് എന്താ? അല്ലെങ്കിൽ മുഖമൊന്നും അവറത്തല്ലല്ലോ, മുഖവും മുൻകൈയും ഒന്നും അവറത്തല്ല. പിന്നെ ചില സ്ത്രീകൾ അവർക്ക് ഇഷ്ടത്തിന് വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്നതല്ലേ നുസൈബ. ഞാൻ പഠിച്ചത് അങ്ങനെയാണ് കേട്ടോ ഷിഫ. അതടെ നിസ്കാരത്തിലാണ് മുൻകൈയും മുഖവും. അത് മാത്രം നമ്മൾ വെളിവാക്കേണ്ടത്. ഒരു അന്യപുരുഷൻ്റെ മുമ്പിൽ ശരിക്കും ഒരു സ്ത്രീ മുഴുവനും അവറത്താണ്. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ നമ്മളൊന്നും അത് പാലിക്കുന്നില്ല. അതാണ് സത്യം. എടി, എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, ഇന്ന് നമുക്ക് ഷമ്മാസിനെ കാണണം കേട്ടോ. അവനെ എന്നോട് മെസ്സേജ് അയച്ച് ഇന്ന് പുലർച്ചെ തന്നെ ചോദിച്ചിരുന്നു. അത് ഇന്ന് എനിക്ക് ഹിജാബി ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. അവൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ. എനിക്കിപ്പോൾ ഇതിന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലൊരാഗ്രഹമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്നാവണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ റിസ്ക് എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാട്ടിന് പോയിക്കൂടെ. ഷിഫ, നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, നിൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും. നുസൈബയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടുവരുന്നു. പഠിച്ചോനെ, റബ്ബേ കാക്കണേ. ഇതുവരെയായിട്ട് ഒരിക്കലും ഒരാണിനെ കാണാൻ വേണ്ടി പോയിട്ടില്ല. ഇപ്പോഴിതാ ആദ്യമായി എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഷമ്മാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അവൻ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത് ശരിക്കും പോകാതെ ഇരുന്നാലും എന്തൊക്കെയോ ഒരു മനസ്സിന് വല്ലാത്തൊരവസ്ഥ. നുസൈബക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ഷിഫ അവളെ സാന്ത്വനപ്പെടുത്തുന്നു. എടി പെണ്ണേ, നീ ഒരു പേടിയും പേടിക്കണ്ട. ജസ്റ്റ് ഒന്ന് കണ്ടോന്ന് വിചാരിച്ചിട്ടെന്താ, നിൻ്റെ എന്തെങ്കിലും കൊഴിഞ്ഞു പോവോ? അല്ലടി, അതൊന്നുമല്ല. ഒന്നും വിചാരിക്കണ്ട. ഇനിതാ നോ എക്സ്ക്യൂസ്, ഒരു എക്സ്ക്യൂസും ഇല്ലട്ടെ. ഇനി എൻ്റെ കൂടെ നീ വന്നില്ലെങ്കിൽ, കാരണം അവൻ അങ്ങനെ പറഞ്ഞതാണ്, അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നില്ലെങ്കിൽ പിന്നെതാ ഞാൻ നിൻ്റെ തീരം നിൽക്കൂല കേട്ടോ. ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ കൂട്ടു നിൽക്കൂല. എനിക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ, നിങ്ങൾ ഒന്നാവണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിലേ ഇനിയും ഇതിന് നീ എതിരെ പ്രകടിപ്പിച്ചാൽ ഇതാ ഷിഫയെ എനിക്ക് കിട്ടൂല കേട്ടോ. ഷിഫയുടെ പാട്ടിന് പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. എടി ഷിഫ, നീ പിണങ്ങല്ലേ, എനിക്ക് ടെൻഷനായിട്ടാണെടി. ടെൻഷൻ അതൊക്കെ അങ്ങ് മാറിക്കോളും. ഒന്ന് തെറ്റ് ചെയ്യാനല്ലോ പോകുന്നത്. ജസ്റ്റ് ഒരാൾ കാണണമെന്ന് പറഞ്ഞു, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുക, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക. അതിപ്പോൾ ഇത്ര തെറ്റുള്ള കാര്യമാണോ? നുസൈബ ഉപ്പയെ ഓർത്തു. അതെ, ഉമ്മ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞ വാക്കുകൾ ഓർത്തു. മോളെ, നല്ല രീതിയിൽ എൻ്റെ കുട്ടി പോകണം കേട്ടോ. കല്യാണം ഉറപ്പിച്ച പെണ്ണാണ്. എന്തെങ്കിലുമൊക്കെ ചീത്തപ്പേര് കേട്ടാലേ പിന്നെ അത് മതിയാവും. ഉമ്മയുടെ ആ വാക്കുകൾ
അതാ നുസൈബയുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നു. നുസൈബ വിചാരിച്ചു, കല്യാണം ഉറപ്പിച്ച പെണ്ണാണ്, ഓക്കെ, പക്ഷേ കല്യാണത്തിന് എൻ്റെ മനസ്സ് അതിന് സമ്മതം കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം എങ്ങനെ അത് ഉറപ്പിക്കും? ജസ്റ്റ് അവരൊന്ന് കണ്ടല്ലേ പോയിട്ടുള്ളൂ. നുസൈബ അത് ചിന്തിച്ചു. ഷിഫ ചോദിച്ചു, എന്താണ് നിനക്കൊരു ആലോചന? എടി ഒന്നുമില്ല, ഉമ്മ പറഞ്ഞ വാക്കുകളൊക്കെ. എന്താ ഉമ്മ പറഞ്ഞത്? നല്ലപോലെ ശ്രദ്ധിക്കണം. അത് ആണുങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഒരു പ്രശ്നം വരില്ല. പ്രശ്നമൊക്കെ പെണ്ണുങ്ങൾക്കായിരിക്കും. ആ പെണ്ണ് അങ്ങനെയാണ്, ആ പെണ്ണ് ഇങ്ങനെയാണ്, അങ്ങനെ പറയുള്ളൂ. ആണുങ്ങൾ എന്തൊക്കെ തന്നെ കളി കളിച്ചാലും ഓൾക്ക് പെണ്ണിനെ കിട്ടും. പക്ഷേ പെണ്ണുങ്ങളാണെങ്കിൽ ഒരു ചീത്തപ്പേരെങ്ങാനും കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പലതും മുടങ്ങിപ്പോകും. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉമ്മ അങ്ങനെ പറയുവേ. അതുകൊണ്ടെടി നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കാനും പോകാനും വരാനൊക്കെ ഉമ്മ പറഞ്ഞത്. എടി പെണ്ണേ, അത് ഉമ്മമാർ എല്ലാവരോടും പറയും. എല്ലാ ഉമ്മമാരും മക്കൾക്ക് ഉപദേശം നൽകും. മക്കൾ നല്ല രീതിയിലാവണമെന്നാണല്ലോ എല്ലാവരും ചിന്തിക്കുക. പക്ഷേ ഇതെടെ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് തെറ്റായ രീതിയിൽ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊന്നല്ലല്ലോ. ഷമ്മാസ് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെക്കനാണ്. അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് കാണാനുള്ളത് മാത്രമല്ലേ നമുക്കുള്ളൂ. ഷിഫ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഇനി ഒരു എന്നാലും ഇല്ല. ഇനി ഞാനൊന്നും പറയില്ല കേട്ടോ, ഷിഫ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. എന്തൊക്കെ തന്നെയായാലും രണ്ടും കൽപ്പിച്ച് അതാ നുസൈബ നിൽക്കുന്നു. ഇനി ഷിഫയെ വെറുതെ നിരുത്സാഹപ്പെടുത്തേണ്ട. പാവല്ലേ, അവൾ എനിക്ക് വേണ്ടിയല്ലേ ഇത്രക്കും കഷ്ടപ്പെടുന്നത്. അത് എൻ്റെ ജീവിതത്തിന് വേണ്ടി. പാവാണ്. എടി ഷിഫ, എന്നാൽ നമുക്ക് പോകാം. അപ്പോഴാണ് ഷിഫക്ക് ആശ്വാസമായത്. എൻ്റെ പെണ്ണേ, എന്നോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് സമ്മതിച്ചുകൊണ്ട് കിട്ടാഞ്ഞാലേ എൻ്റെ റബ്ബേ, എത്രമാത്രം മെനക്കെടണം. എന്നൊക്കെ ഞാൻ സമ്മതിച്ചിക്കണ്. ഇനിയിപ്പോൾ ആ ഷമ്മാസിൻ്റെ കൂടെ പോകുമ്പോൾ എന്താ നമ്മ അവസ്ഥ? അവൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ നിനക്ക് നിൽക്കാൻ കഴിയും പെണ്ണേ? എടി, ഇതെന്ന് വെച്ചാൽ തെറ്റായ കാര്യമായതുകൊണ്ടാണ് എനിക്ക് പേടി. മറ്റേത് എൻ്റെ ഹലാലായി കഴിഞ്ഞാൽ പിന്നെന്താ, ഷമ്മാസ് തെറ്റുകളൊന്നും ചെയ്യുന്ന ആളല്ലാന്ന് നമുക്കറിയാലോ. അപ്പം നിനക്ക് അവനെക്കുറിച്ച് ഒരു ധാരണയൊക്കെ ഉണ്ട്. എങ്കിലും ഒരു കാട്ടിക്കൂട്ടൽ അല്ലേ? അല്ലടി, എനിക്ക് മടിയാണ് സത്യമായിട്ടും. എനിക്ക് നാണം കൊണ്ടാണടി. എനിക്ക് ഒരാളുടെ മുഖത്ത് ഹിജാബില്ലാതെ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരെൻ്റെ മുഖം കാണാറുമ്പോൾ സത്യമായിട്ടുണ്ട് എനിക്ക് നല്ല ടെൻഷനാണ്. എന്തിന് ടെൻഷൻ? അല്ലേ, ഇതുവരെ കാണിക്കാത്ത ഒരാളും കാണാത്ത എൻ്റെ മുഖം, അത് എനിക്ക് അതുകൊണ്ടാണെടി. എടി പെണ്ണേ, അത് സാരല്ല, വിവാഹത്തിന് വേണ്ടിയിട്ടല്ലേ, വേറെ ഒന്നിനും അല്ലല്ലോ. പഠിച്ചോന്നറിയാലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ അതാ ഷിഫക്ക് അവൾ സമ്മതം കൊടുക്കുന്നു. എൻ്റെ കയ്യിനടിച്ച് പ്രോമിസ് ചെയ്യും, ഇനി വാക്ക് മാറില്ല, നീ ഇന്ന് ഷമ്മാസിനെ കാണാൻ വരും എന്നുള്ളത്. അവളുടെ കൈ വിറക്കുന്നുണ്ടായിരുന്നു. നുസൈബ ആ വിറക്കുന്ന കൈകൾ ഷിഫയുടെ കയ്യിൽ വെച്ചു. പെണ്ണെ, നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ, ടെൻഷനൊക്കെ ദൂരെ കളയേ, നല്ല റിലാക്സ് ആവും, എന്നിട്ട് നമുക്ക് പോകാം. അല്ല നിൻ്റെ പേടിക്കുന്ന മുഖത്തോടു കൂടി ഷമ്മാസിൻ്റെ അടുത്തേക്ക് പോയ ഓൻ തന്നെ പേടിക്കും. ഷിഫ നുസൈബക്ക് അത് ഓരോന്ന് പറഞ്ഞ് അവളെ ശരിയാക്കി എടുക്കുകയാണ്. എന്നാൽ അന്ന് വൈകുന്നേരം ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് അതാ ഒരാൾ കയറി വരുന്നു. ഷമ്മാസ് വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഷിഫയും നുസൈബയും വരുന്നത് കാത്തിരിക്കുകയാണ്. തൻ്റെ ഹിജാബി ഇന്ന് എന്നെ കാണാൻ വരും എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അയാൾ കയറി വന്നത്. പെട്ടെന്ന് ഷമ്മാസ് എണീറ്റു. ഇതാരാ? ഇക്കാക്കയോ? ഇക്ക, നിങ്ങൾ വീട്ടിൽ പോയില്ലേ? അതെ, അത് ഫസീലത്തയുടെ ആങ്ങളെയാണ്. ഒരു നിമിഷം ഷമ്മാസ് അദ്ദേഹത്തെ കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും ചുണ്ടിൽ പുഞ്ചിരി വിടർത്തി അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുന്നു. ഇരിക്കൂ ഇക്ക, ഇരിക്കൂ. ഇരിക്കൊന്നും വേണ്ടടാ. എന്തൊക്കെയാ, ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ്സൊക്കെ മാഷാ അല്ലാ ഉഷാറായിട്ട് തന്നെ പോകുന്നു, അൽഹംദുലില്ലാ. പിന്നെ സെക്കൻഡ് ഷോപ്പ് സെറ്റിൽഡായി എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അതെ, അത് കുറച്ച് അപ്പുറത്താണ്. അത് ഇനോഗ്രേഷൻ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അത് ചെറുതായിട്ടൊരു അറ്റകുറ്റപ്പണികൾ കൂടി, പിന്നെ അതിനിടയ്ക്ക് ചെറിയൊരു ഇഷ്യൂ വന്നപ്പോഴേ ഓക്കെ. ഇവിടെയൊക്കെ ബിസിനസ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലേ? ഇവിടെയാണെങ്കിൽ കോളേജും പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ അൽഹംദുലില്ലാ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെയാണ് ബിസിനസ്സിൽ വിജയിക്കുക. അല്ലെങ്കിലും ബിസിനസ്സിൽ വിജയിക്കാനും വേണം ഒരു ട്രിക്ക് അല്ലേ? അത് നിന്നെ പോലുള്ളവർക്കേ പറ്റുള്ളൂ. അതെന്തായിക്കാ?
അല്ലേ അതങ്ങേ അങ്ങനല്ലേ, ഒരാളോട് പെരുമാറുന്ന കാര്യത്തിലും ഒക്കെ കുറച്ച് മാന്യതയും കുറച്ച് സഹതാപവും ഉണ്ടായാൽ തന്നെ ബിസിനസ്സൊക്കെ പെട്ടെന്ന് മെച്ചപ്പെടും. കാരണം അവരുടെ ഒരു ആകർഷണീയത, ആ ഒരു സ്വഭാവത്തിൻ്റെ ആകർഷണീയത ഉണ്ടായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടും കടിച്ചു പറിച്ചുകൊണ്ടൊക്കെ ആയാൽ അത് കുറച്ച് മോശമായി തീരും. ഇക്ക ഇങ്ങളിരിക്കേ, ഞാൻ മോനെ ഒരു സ്റ്റാഫിനെ അതാ ഷമ്മാസ് വിളിക്കുന്നു. 2 ചായ കേട്ടോ, എന്തെങ്കിലും സ്നാക്കും ആയിക്കോട്ടെ. ആ പെട്ടെന്ന് ഹേയ് ഒന്നും വേണ്ട ഷമ്മാസ്, ഇരിക്കാനൊന്നും സമയമല്ല, ഞാൻ പോവാണ്, തിരക്കിട്ട് ജീവിതത്തിൽ നിന്ന് വരികയാണ്. അല്ലേക്കാ നിങ്ങൾ വീട്ടിൽ പോയില്ലേ, ഫസീലത്തെയും മക്കളൊക്കെ? ആ ഞാൻ വീട്ടിൽ പോയിട്ടില്ല, ഫസ്റ്റായിട്ട് ഷോപ്പിലേക്ക് നേരെ വന്നത്. ഇക്കാക്ക് ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആ അതൊക്കെ ഫസീൽ പറഞ്ഞു തന്നു. അല്ല ഷാമോനെ, പിന്നെ എന്താ പ്ലാനിങ്? ഇങ്ങനെ നടന്നാൽ മതിയോ? ഇങ്ങനെയൊക്കെ നടന്നാൽ ശരിയാവുമോ? ആയില്ലേ സമയമൊക്കെ ഒന്ന് കെട്ടൊക്കെ വേണ്ടേ? ഷമ്മാസിനെ അത് കേട്ടപ്പോൾ എന്തൊക്കെയോ ഒരു മനസ്സ് വല്ലാതെ പതറിപ്പോയി. ഇക്ക അത് കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് സെറ്റിൽഡായിട്ട് സൗദിയിലൊന്ന് പോകണമെന്നുണ്ട്. അവിടെ ഒരു ഷോപ്പ് സെറ്റിൽഡ് ആക്കാനുള്ളൊരു പ്രോഗ്രാമുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് സാവധാനത്തിൽ, തിരക്കൊന്നുമില്ലല്ലോ മോനെ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ നല്ലൊരു പ്രായമാണ് നിൻ്റെ. പിന്നെ അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ പെൺകുട്ടികളെ കിട്ടാനും പ്രയാസമാണ്, എല്ലാവരും പഠിക്കല്ലേ. പഠിക്കായതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വളരെയധികം പ്രയാസമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം ഒന്ന് ഒരു കല്യാണമൊക്കെ ഒന്ന് റെഡിയാക്കിയാലേ അതായിരിക്കും നല്ലത്. ഇപ്പോൾ വിവാഹം ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നിക്കാഹ് കഴിച്ചിട്ടെങ്കിലും അതൊന്ന് ഫിക്സ്ഡ് ആക്കണം, നല്ലതല്ലേ? ഷമ്മാസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൻ്റെ ആ വിടർന്ന മുഖം അത് വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു. അവൻ്റെ മനസ്സ് എന്തൊക്കെയോ പറയുന്നു. എന്താ ഷമ്മാസ്, എന്തു പറ്റി? ഇതാ അപ്പോഴേക്കും ചായ കൊണ്ടുവരും. ഇക്ക ചായ കുടിക്കേ. ചായ ഒന്നും വേണ്ടിയില്ലായിരുന്നടാ, അല്ല കഴിക്കേ. അവർ രണ്ടുപേരും ഷമ്മാസിൻ്റെ ആ സ്വകാര്യ റൂമിൽ സംസാരിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഷമ്മാസ്, പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിനക്ക് വല്ലതും? ഇക്ക ഞാൻ ഒരിക്കലും ഇപ്പോൾ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതായത് എനിക്കൊരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിപ്പോൾ തന്നെ ഒരു വിവാഹം, അത് അല്ലടാ, നിൻ്റെ ഉമ്മയും ഇത്താത്തയൊക്കെ പറഞ്ഞില്ലേ ഇതിനെക്കുറിച്ച്? വിവാഹത്തിനെ കുറിച്ച് പറയാഞ്ഞിട്ടല്ല, പക്ഷേ അത് ഇപ്പോൾ നടത്താൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. കുറച്ചും കൂടി കഴിയട്ടെ. ആ അങ്ങനെയൊക്കെയാണല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നിശ്ചയിച്ചിടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഷമ്മാസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഹിക്ക ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല സത്യമായിട്ടും. അല്ലടാ ചിന്തിക്കണ്ട, വിവാഹം പിന്നെ ആക്കാലോ, സമയമുണ്ടല്ലോ നമുക്ക്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇക്കം, എനിക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ലേ, എൻ്റെ മോളിപ്പോൾ ഇതാ ഡിഗ്രി 3rd ഇയറാണ്. ഇനിയിപ്പോൾ അവൾ മറ്റെന്തെങ്കിലും കോഴ്സിന് വിടണമെന്നാണ് ആഗ്രഹം. അവളാണെങ്കിൽ വിവാഹം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നടക്കുകയാണ്, പഠിക്കട്ടെ എന്ന്. പക്ഷേ എനിക്കാണെങ്കിൽ ഇപ്പോൾ 3rd ഇയറൊക്കെ എത്തിയപ്പോഴേ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ടാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് നിക്കാഹും കല്യാണമൊക്കെ എപ്പോൾ വേണമെങ്കിലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. ഇത് ഫസീലത്തയുടെ പണിയാണെന്ന് ശരിക്കും ഷമ്മാസിന് മനസ്സിലാകുന്നു. അല്ലെങ്കിലും ഫസീലത്ത എന്തിനാണ് ഷോപ്പിലേക്ക് അദ്ദേഹത്തെ വിട്ടത്? ഒരു നിമിഷം ഷമ്മാസ് അതിനെക്കുറിച്ച് ചിന്തിച്ചു. എനിക്ക് പണി തരുവാനായിട്ടാണ് ഫസീലത്ത ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഷമ്മാസിന് മനസ്സിലാവുകയാണ്. ഇത്താത്ത എന്ത് കരുതിയിട്ടാണ് ഈ ഒരു വിവാഹാലോചനയുമായി ഇങ്ങോട്ട് വിട്ടത് എന്ന് ഷമ്മാസ് ആലോചിച്ച് നിൽക്കുന്നു. ഷമ്മാസ് ഒന്നും പറഞ്ഞില്ല കേട്ടോ, എന്താണ് വേണ്ടത്? അവൾ ഇനി ഡിഗ്രി കഴിഞ്ഞ് പഠിക്കണം, മറ്റു വല്ല കോഴ്സും എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ നിശ്ചയമോ നിക്കാഹോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് മതിയോ? ഇക്ക ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, അത് കുറച്ച് കഴിയട്ടെ. അത് കുഴപ്പമില്ല മോനെ, ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ച് വൈകിട്ടായാലും മതി. അവൾക്ക് പഠിക്കുകയും ചെയ്യാം, നിനക്ക് നിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽഡ് ആക്കുകയും ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഫസീലത്തയുടെ ആങ്ങളെയും ഷമ്മാസും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇടയ്ക്കിടെ ഷമ്മാസ് തൻ്റെ വാച്ചിലേക്ക് നോക്കി. എന്താ ടൈം വൈകുന്നുണ്ടാവില്ലേ? ഒന്നും പറഞ്ഞില്ല നീയ്. ഷമ്മാസ് ഒന്നും പറഞ്ഞില്ല. ഷമ്മാസിന് ഞങ്ങൾക്ക് ആദ്യം തന്നെ നല്ല പരിചയമുണ്ട്. ചെറുപ്പം മുതൽ തന്നെ നല്ല പരിചയമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴും ഷമ്മാസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അത് ഫസീല പറയാറുണ്ട്. അതനുസരിച്ച് പിന്നെ പുറത്തേക്കൊന്നും കൊച്ചിനെ വിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് വിശ്വാസവും എല്ലാം ഉണ്ടല്ലോ, ഒന്നിനൊരു കുറവില്ലല്ലോ. ഇക്ക, എന്നാൽ ഞാൻ വിവരങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഓക്കെ. അപ്പോഴേക്കും അതാ ഷിഫയും നുസൈബയും ഷോപ്പിലേക്ക് കടന്നു വന്നു എന്ന് തോന്നുന്നു. ഷമ്മാസ് അതാ സമയം നോക്കുന്നു. അതെ, കോളേജ് വിടാൻ സമയമായി. എന്തായാലും അവർ ഒരു പക്ഷേ ഇങ്ങോട്ട് കയറി വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഷമ്മാസിന് അവിടെ നിന്ന് എഴുന്നേൽക്കാനും കഴിയുന്നില്ല. അദ്ദേഹത്തിന് മുമ്പിൽ ഷമ്മാസ് ഇരിക്കുകയാണ്. അയാളാണെങ്കിൽ എഴുന്നേറ്റ് പോകുന്നുമില്ല. ആകെ ടെൻഷനായി ഷമ്മാസിന്. അതെ, ഷമ്മാസ് എന്തെങ്കിലും ഒരു വിവരം പറഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ഏർപ്പാട് ചെയ്യാമായിരുന്നു. ഒന്നും പറഞ്ഞില്ല. ഇക്ക, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ടൈമല്ല എനിക്ക്. തൽക്കാലം നിങ്ങളെ മോളെ വേറെ ആർക്കെങ്കിലൊക്കെ ഒന്ന് കല്യാണം കഴിച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്. ഇതൊരു പക്ഷേ ഒരിക്കലും, അല്ലെങ്കിൽ ഫാമിലി അത് ഒരു പ്രശ്നമല്ലേ? ഫാമിലിയിൽ വിട്ട ഒരാൾ ഞങ്ങളെ വീട്ടിലുണ്ടല്ലോ, പെങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ മോളെയും വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല. പിന്നെ ഇക്ക, കുടുംബങ്ങൾ തമ്മിൽ നമ്മൾ വിവാഹബന്ധം ഉണ്ടായിക്കഴിഞ്ഞാലേ പിന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടായാലേ വലിയ പ്രശ്നമായത് മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ പുറത്ത് നിന്നൊക്കെ ആക്കല്ല നല്ലത്. അവൾക്ക് നല്ല നല്ല ചെക്കന്മാർ കിട്ടുമല്ലോ. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളേ. നിനക്ക് വിദ്യാഭ്യാസത്തിന് കുറവില്ലല്ലോടാ. നീ മലേഷ്യയിലൊക്കെ പോയി പഠിച്ചതല്ലേ? അതെ, ആണ്, ശരിയാണ്. പക്ഷേ ഒരു പക്ഷെ അവൾക്ക് അതിനേക്കാളും നല്ലത് എത്രയോ കിട്ടുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ട കേട്ടോ. എങ്ങനെയെങ്കിലും ഇക്കാക്കയോട് അത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി ഷമ്മാസ് അതാ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. എന്നാൽ ഷമ്മാസ്, ഞാൻ ഇറങ്ങിയാലോ? ഇക്ക, വീട്ടിലേക്ക് പോയിക്കോളൂ, മക്കളെ കണ്ടിട്ട് പോവാലോ. അല്ല, അത് ഞാൻ പിന്നൊരിക്കൽ വരാം. ഇപ്പോൾ കുറച്ച് ധൃതിയിൽ നേരിട്ട് നിന്നോട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചാലേ അതല്ലേ നല്ലത്. നമ്മൾ ആണുങ്ങൾ തമ്മിൽ. നിൻ്റെ ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പയോട് ഞാൻ പറയും. പക്ഷെ ഉപ്പ ഇല്ലല്ലോ. ഉപ്പ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയായിരുന്നു. ഷമ്മാസ് അവിടെ നിന്നും എണീറ്റു. കൂടെ അതാ ഫസീലത്തയുടെ ആങ്ങളെയും എണീറ്റു. അവരതാ ആ ഗസ്റ്റ് റൂമിൽ നിന്ന് നേരെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നടന്നു വരുന്നു. അപ്പോഴതാ തൻ്റെ ഹിജാബിയും ഷിഫയും കടന്നു വരുന്നു. ഒരു നിമിഷം ഷമ്മാസിന് എന്ത് പറയണം എന്തു ചെയ്യണമെന്നറിയില്ല. തൊട്ടടുത്തായിട്ട് അതാ ഫസീലത്തയുടെ ആങ്ങള ഫ്രണ്ടിലായിട്ട് അവരതാ നടന്നു വരുന്നു. ഷമ്മാസിന് എന്തൊക്കെയോ ഒരു ടെൻഷൻ കൂടി വന്ന പോലെയായി. അതെ, ഞാൻ അവരോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒരു പക്ഷേ ഇക്കാക്ക കണ്ടാൽ അത് വലിയൊരു പ്രശ്നമായി തീരും. ഇക്കാക്കയാണെങ്കിൽ പോകുന്നുമില്ല. പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. ഞാനാണ് നമ്മളെ വിളിച്ചു വരുത്തിയത്, വരാൻ പറഞ്ഞത്. അവർ കരുതി ഇത് ഏതോ ഒരു കസ്റ്റമറാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഷിഫ അതാ ഷമ്മാസിൻ്റെ അടുത്തേക്ക് വരുന്നു. ഷമ്മാസ്, ദാ ഹിജാബി വന്നിട്ടുണ്ട്. ആ ഒരു വാക്ക് അതാ ഇക്കാക്ക അത് ശരിക്കും കേട്ടു. എന്താണ് ഫോൺ കംപ്ലൈൻറ്റ്? അത് റെഡി ആയിട്ടില്ല കേട്ടോ, നിങ്ങൾ നാളെ വരൂ. ഒരു നിമിഷം പെട്ടെന്ന് ഷമ്മാസിന് അതാണ് വായിൽ കിട്ടിയത്. അല്ലാതെ എന്തെങ്കിലും അവിടെ വെച്ച് പറയുകയാണെങ്കിൽ അയാളത് കേട്ടാൽ അത് വലിയൊരു പ്രശ്നത്തിന് കാരണമാകും. ഷിഫയോട് അപ്പോൾ ഷമ്മാസ് എന്തോ ഒന്ന് ആംഗ്യം കാണിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഷിഫക്കത് മനസ്സിലായി. അവിടെ ആരോ ഉണ്ട്, അതുകൊണ്ടാണ് ഷമ്മാസ് ഇങ്ങനെ, അല്ലാതെ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. തൽക്കാലം അവർ ഷോപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അതാ മാറി ഇറങ്ങി നിന്നു. ഷമ്മാസ്, എന്നാൽ ഞാൻ ഇറങ്ങട്ടെട്ടോ, കാര്യങ്ങളൊക്കെ നീ അറിയിക്കണേ. അറിയിച്ച് വിവരം പറയണം, അതിനനുസരിച്ച് ചെയ്യാനാണ്. ഡിഗ്രി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും ന്യൂ ആയിട്ട് ജോയിൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് നിശ്ചയമോ നിക്കാഹോ എന്തെങ്കിലും കഴിപ്പിച്ച് വിട്ടാലേ എന്നാൽ പിന്നെ നിൻ്റെ കെയർ ഓഫിലായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇക്ക, ഞാൻ വിവരങ്ങളൊക്കെ പറയാം. തൽക്കാലം ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്ന സമയമല്ല. ഓക്കെ? എന്തായാലും മോനെ വിവരം പറയണം കേട്ടോ. അങ്ങനെ അതാ
ഫസീലത്തയുടെ ആങ്ങള കാറിൽ കയറിയിരുന്നു. അത് കാർ സ്റ്റാർട്ട് ചെയ്ത് അതാ ദൂരേക്ക് പോകുന്നു. പെട്ടെന്ന് ഷിഫ അങ്ങോട്ട് കയറി വന്നു. അല്ല ഷമ്മാസ്, ആരാണ് അത്? ഫാമിലിയാണോ? അതെ, അത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ്, അളിയനാണ് എൻ്റെ ഇക്കാക്കയുടെ. ആ, അത് ശരി. എന്താ ഫോൺ വാങ്ങാൻ വന്നതാണോ? ഹേയ്, ഒന്നുമല്ല. പ്രപ്പോസലുമായി വന്നതാണെന്ന് പറയാൻ ഷമ്മാസിന് മടി തോന്നി. അവൻ പറഞ്ഞു, വേണ്ട, അല്ലെങ്കിൽ ഹിജാബി ഒരുപാട് സങ്കടപ്പെട്ടതാണ്. ഇനി ഇതും അവളോട് പറയാനാവില്ല എന്ന് കരുതി. ഷിഫ, ഹിജാബിയെ വിളിക്കൂ, ഗസ്റ്റ് റൂം ഫ്രീ ആണ്, ഒന്ന് സംസാരിക്കാലോ. അതാ നുസൈബയെ ഷിഫ കൂട്ടിക്കൊണ്ടുവരുന്നു. എടി പെണ്ണേ, നീ ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നിനക്കെന്താ പേടി? അല്ലടി, എനിക്ക് പേടിയാണ്. നീ ഒന്നുമല്ല, ആളുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കുക, അതാണ് പേടി. എടി പെണ്ണേ, ഇതിനകത്ത് കയറിയാൽ നമ്മൾ ഫോൺ വാങ്ങാൻ വന്നാന്നൊക്കെ വിചാരിക്കുള്ളൂ, അല്ലാതെ അല്ലേ. അതിനപ്പുറത്തേക്കുള്ള റൂമുക്കൊന്നും എനിക്ക് പേടിയാണടി. ഒരു പേടിയും പേടിക്കണ്ട. ഷമ്മാസിൻ്റെ ഹൃദയമെടുപ്പും കൂടിക്കൊണ്ട് വന്നു. എന്തൊക്കെയോ ഒരു പേടി ഷമ്മാസിനും. അതെ, ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ മുഖം ഒന്ന് കാണണമെന്ന് പറയുന്നത്, ഒന്ന് സംസാരിക്കണമെന്ന് പറയുന്നത്. അവിടെ പോയിരുന്നോ കേട്ടോ രണ്ടുപേരും, ഷമ്മാസ് പറഞ്ഞു. ഷിഫയും നുസൈബയും അതാ ആ ഗസ്റ്റ് റൂമിലേക്ക് പോകുന്നു. ഹിജാബി പറഞ്ഞു, എടി ഷിഫ, എനിക്ക് പേടിയാണെടി, ഞാൻ പോവുകയാണ്, എനിക്ക് പേടിയാവുന്നു. എന്ത് പെണ്ണേ നിനക്ക് പേടി? അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞല്ലേ. ഷമ്മാസ് അതാ അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നു. ഷമ്മാസിനെ കണ്ടപ്പോൾ അതാ അവർ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു. ഹേയ്, എഴുന്നേറ്റ് നിൽക്കണ്ട, അവിടെ ഇരുന്നോളൂ. അവൾ പേടിച്ചിട്ടാണ് ഷമ്മാസെ, അവൾ കണ്ടില്ല, വിറക്കാണ്. അവളുടെ കൈകൾ കണ്ടോ, കൈകളും കാലുകളൊക്കെ ഭയങ്കര വിറക്കലാണ്. അത് ഉണ്ടാകും, ഇതുവരെ അങ്ങനെയൊന്നും ചെയ്യാത്തതല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടിയല്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടാകും. ശരിയാണ്, അതുകൊണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഇപ്പം എന്താ, ഷമ്മാസിനെ കാണുമ്പോൾ എത്രമാത്രം പേടിക്കാൻ. ഷിഫ അതാ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നുസൈബാക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ഷമ്മാസ്, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ ജസ്റ്റ്. അവൾ അവളുടെ ഹിജാബ് പൊക്കിയിട്ടേ ഇല്ലായിരുന്നു. ഷിഫ ചോദിച്ചു, അതേ, ഞാനൊന്ന് മാറി തരണോ പുറത്തേക്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ആവാലോ. ഡി, അങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞ് അതാ ഹിജാബി അവളെ കൈ പിടിച്ചു വെക്കുന്നു. ഇല്ല പെണ്ണെ, ഞാൻ പോവില്ല, നിൻ്റെ ഒരു പേടി. ഷമ്മാസ്, എന്താ ഇതിനാണോ കാണണമെന്ന് പറഞ്ഞത്? രണ്ടാൾക്കും ഒന്നും ചോദിക്കാനും പറയാനും മിണ്ടാനൊന്നുമില്ലേ? രണ്ടാൾക്കും മനസ്സിൽ നല്ല ഭയമാണ്, നല്ല പേടിയാണ്. കാരണം ഇതുവരെയായിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടും പറഞ്ഞിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. പെട്ടെന്ന് ഷിഫ അതാ പുറത്തേക്ക്, ഞാനിപ്പോൾ വരാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ച് മറന്നു, അതെടുക്കുവാൻ വേണ്ടി ഷിഫ അതാ ഷോപ്പിനകത്തേക്ക് കയറുന്നു. പെട്ടെന്ന് ഷമ്മാസ് നുസൈബിയോട്, ഹിജാബി. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ മിണ്ടാൻ നാണമായിരുന്നു. ഹിജാബി, എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? ആ ഒരു വാക്കിന് മുമ്പിൽ നുസൈബാക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പറയൂ, നേരിട്ട് നിന്നോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹിജാബി, ഞാൻ നിൻ്റെ മനോഹരമായ കണ്ണുകൾ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്, പക്ഷേ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. നിൻ്റെ ആ മുഖം ഒന്ന് കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷിഫയോടത് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടെങ്കിലും നിൻ്റെ ആ നിഖാബ് ഒന്ന് പൊന്തിക്കാമോ? ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ എന്നെ. നീ ഒരിക്കലും വേറൊരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നിൻ്റെ മുഖം കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. നിന്നോടത് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നീ ദീനിയായ രീതിയിൽ നടക്കുന്ന പെൺകുട്ടിയല്ലേ. ഷിഫ എവിടെ? അവളെന്താ ബാഗം എന്തോ എടുക്കാനായിട്ടാണ് പോയല്ലോ, എന്താ കാണുന്നില്ലല്ലോ അവളെ. ഷമ്മാസ് അതാ ആ റൂമിലേക്ക് പോയി നോക്കുന്നു. ഇല്ല, ഷിഫ ആ പെണ്ണവിടെ നിൽക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ഹിജാബിക്ക് അതൊരു വിഷമാവും. ഷമ്മാസ് നേരെ അതാ ഷിഫയുടെ അടുക്കിലേക്ക് പോകുന്നു. അതെ, അവൾക്ക് എന്തോ ടെൻഷനുണ്ട്, നീ പോര് അവളുടെ കൂടെ നിൽക്കാൻ. അല്ലെങ്കിൽ എന്താ ഷമ്മാസ്ക്ക് അങ്ങക്ക്?
നിങ്ങൾക്ക് എന്തേ പറയാനും മിണ്ടാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കൽപ്പിച്ചുട്ടി മാറി തന്നാണ്. അവളോട് ഞാനൊരു കളവ് പറഞ്ഞതാണ് എൻ്റെ ബാഗ് എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. എന്താ ഒന്നും മിണ്ടാനും പറയാനൊന്നുമില്ല. അല്ല ഷമ്മാസ്ക, നിങ്ങൾ കണ്ടോ ഓളെ മുഖം? ഹേയ് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവളോട് പറഞ്ഞു. ഷമ്മാസ് അതാ വീണ്ടും നുസൈബ നിൽക്കുന്ന ഗസ്റ്റ് റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഹിജാബി, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടക്കേടായോ? ഇഷ്ടല്ലേ? അപ്പോൾ നുസൈബ പറയുന്നു, ഷമ്മാസ് എനിക്ക് വിരോധമൊന്നുമില്ല, എനിക്ക് സമ്മതമാണ്. അത് കേട്ടപ്പോൾ അതാ ഷമ്മാസിൻ്റെ ഹൃദയം തുടിച്ചുപോയി. അവൻ്റെ നെഞ്ചിൽ കൈവച്ചു. യാ അല്ലാ, അൽഹംദുലില്ലാ. ഹിജാബി, നീ എന്നെ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ കൈപിടിച്ച് ഉയർത്താനാണ് വന്നത്. നിൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഞാൻ ഉണ്ടാകുമ്പോൾ നിനക്കുണ്ടാവില്ല. ഒരുപാട് നീ സഹിച്ചതല്ലേ, അനുഭവിച്ചതല്ലേ, അതിനൊക്കെ ഒരു തണലേകാനാണ് ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഇൻഷാ അല്ലാ മരണം വരെ ഇതാ ഈ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടു നടക്കും. അത്രക്കും ഇഷ്ടമാണ് എനിക്ക് നിന്നെ. ഹിജാബിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? മനസ്സ് തുറന്ന് പറയണം, ഉള്ളത് പറയണം. ഹിജാബി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമാണ് ഷമ്മാസ്കയെ. ഹോ, അത് മതി, അത് മതി, വേറൊന്നും വേണ്ട. ഹിജാബി, നിൻ്റെ ആ മുഖമൊന്ന് ഞാൻ കണ്ടോട്ടെ. ഒരിക്കൽ കൂടി മാത്രമേ ഞാൻ ചോദിക്കണുള്ളൂ, ഇനി ചോദിക്കുന്നില്ല. എനിക്കറിയാം നിനക്ക് നാണമാണെന്ന്. ഒരു അന്യപുരുഷൻ്റെ മുമ്പിലും നിൻ്റെ മുഖം നീ ഓപ്പൺ ആക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചത്. അല്ലെങ്കിൽ എത്രയോ പെൺകുട്ടികളുണ്ട്. ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് നുസൈബക്ക് അവളുടെ ഹിജാബ് പൊന്തിക്കുവാൻ അതാ തോന്നുന്നു. ഒരു നിമിഷം അവൾ അവളുടെ ആ ഒരു ഹിജാബ് പതുക്കെ പൊക്കുന്നു. ഷമ്മാസ് അതാ അത് നോക്കി നിൽക്കുന്നു. ആദ്യമേ കണ്ടത് ആ മനോഹരമായ ആ മുഖത്തിൻ്റെ ആ വെളുത്ത നിറം, ചുവപ്പ് കലർന്ന് വെളുത്ത നിറം, ആ മനോഹരമായ ആ ചുണ്ടുകൾ, ആ ഭംഗിയുള്ള ആ മൂക്ക്, രണ്ട് കവിളിലും അതാ നുണക്കുഴികൾ വിരിഞ്ഞു നിൽക്കുന്ന പോലെ അവളുടെ ആ മനോഹരമായ കണ്ണുകൾ. ആ ഹിജാബ് പൊക്കിയപ്പോൾ ഷമ്മാസ് കണ്ടത് ഒരു ഹൂറിയുടെ മുഖമായിരുന്നു. അത് കണ്ടപാടെ ഒറ്റ നോട്ടത്തിൽ അവൻ പറയുന്നു, മാഷാ അല്ലാ. ഷമ്മാസിനെ സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. പടച്ച റബ്ബേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മുഖം എനിക്ക് കിട്ടുന്നതിനെക്കുറിച്ച്. പക്ഷേ ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു എൻ്റെ ഹിജാബി എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച്. പക്ഷെ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. അത്രക്കും സുന്ദരിയായിരിക്കുന്നു. മാഷാ അല്ലാ ഹിജാബി, എനിക്ക് 100 വട്ടം ഇഷ്ടപ്പെട്ടു. വളരെയധികം മനോഹരമായിരിക്കുന്നു നിൻ്റെ മുഖം. പെട്ടെന്നതാ അവൾ ആ നിഖാബ് താഴ്ത്തുന്നു. ഹോ, ഇത്ര പെട്ടെന്ന് ആ പൂർണ്ണചന്ദ്രൻ മറഞ്ഞ പോലെ എനിക്ക് മതി ഹിജാബി, എനിക്ക് സന്തോഷമായി. ഇനി എനിക്ക് ഒന്നും പറയാനില്ല. ഒന്നും, നീ എൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. അധികം താമസിയാതെ പെട്ടെന്ന് തന്നെ നീ എൻ്റെ ഹൃദയത്തിലെ റാണിയായി വരണം. എനിക്ക് സ്വന്തമാവണം നീയെ. അത് മാത്രമാണ് ഇനിയുള്ളത്. അപ്പോഴേക്കും ഷിഫ അതാ അങ്ങോട്ട് കടന്നു വരുന്നു. ആഹാ, ഞാനൊന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല സംസാരമായല്ലോ. ആ ഹേയ് ഇല്ല, അവൾ കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല, ഷമ്മാസ് പറഞ്ഞു. ഷിഫ, വെരി താങ്ക്സ്. അല്ല ഷമ്മാസ്, താങ്ക്സ് മാത്രമേ ഉള്ളൂ? താങ്ക്സ് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് ആവശ്യപ്പെടുന്നത് അത് ഞാൻ നൽകും. ഒരിക്കൽ അവളുടെ മുഖം ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചതാണ്, ഒന്ന് മിണ്ടണമെന്ന് ആഗ്രഹിച്ചതാണ്. അൽഹംദുലില്ലാ, അത് രണ്ടും നടന്നു. ഇനി എനിക്ക് ഒരിക്കലും അവളെ കാണാൻ പോകേണ്ട ആവശ്യമേ ഇല്ല വിവാഹത്തിന് വേണ്ടി. ഇനി എല്ലാം ഒന്ന് സെറ്റിൽഡ് ആക്കിയാൽ മാത്രം മതി. അതിനുവേണ്ടി ഷിഫ ഇനിയും നിൻ്റെ ഹെൽപ്പ് ഒരു പക്ഷേ വേണ്ടി വരും. ഷമ്മാസ്ക, ഇൻഷാ അല്ലാ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കണം. നിക്കാഹ് ഒന്ന് കഴിഞ്ഞ് കിട്ടുള്ളൂ. ഒരു പക്ഷേ നമുക്ക് അല്പം ഒന്ന് റിസ്ക് എടുക്കേണ്ടി വരും. അതങ്ങോട്ട് സെറ്റായി കിട്ടിയ പിന്നെ പ്രശ്നമില്ലല്ലോ.
ഷിഫ നീ പ്രാർത്ഥിക്ക് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഷമ്മാസത ഷിഫയോട് പറഞ്ഞു. സാധാരണയായി നുസൈബ പോകുന്ന ആ ഒരു ബസ് പോയിട്ടുണ്ട്. അവൾക്ക് തെല്ലൊന്ന് ഭയമായി. അവൾ പറഞ്ഞു, ഡി ഷിഫ ബസ് പോയല്ലോ. ഷമ്മാസ് പറഞ്ഞു, ഞാൻ കൊണ്ടുവിടട്ടെ? ഞാൻ കൊണ്ടുവിട്ടാലോ? അത് കേട്ടപ്പോൾ ഷിഫ പറഞ്ഞു, അതിനെന്താ ഞാനും ഉണ്ടാവില്ലേ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നുസൈബാക്ക് അത് പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഹേയ് അത് വേണ്ട. അല്ല പെണ്ണേ, നമുക്ക് ബാക്ക് സീറ്റിൽ ഇരുന്നാൽ പോരെ? 2 പേരില്ലേ, പിന്നെന്താ സംശയിക്കാൻ? അതല്ലടി അത് വേണ്ട. അപ്പോൾ ബസ്സിന് നീ കുത്തിത്തിരുകി കണ്ടക്ടറുടെ ഇടയിൽ കൂടെ ഒക്കെ നിൽക്കണതോ, അത് പ്രശ്നമല്ലേ? ഈ ഒരു കാറിൽ കയറുന്നതാണോ പ്രശ്നം? മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ഒരാണും പെണ്ണും ആണെങ്കിലും ഓക്കെ, എന്തെങ്കിലുമൊക്കെ സംശയിക്കും. പക്ഷേ ഇതിപ്പോൾ ഒരു സംശയത്തിനും ഒരു കാരണമാവില്ല. ഞാനുണ്ട് നിൻ്റെ കൂടെ, എനിക്ക് പേടിയില്ല. ഷമ്മാസിൻ്റെ കൂടെ വേണമെങ്കിൽ ഞാൻ ഇവിടെ പോലും എനിക്ക് പ്രശ്നമല്ല. കാരണം അവൻ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് അവൻ എന്നെ ഇവിടെ ആക്കി തന്നാലും മതി. വാ നിൻ്റെ വീട്ടിലേക്ക് ഞാനും വരാം അവൻ്റെ കൂടെ. വേണ്ടടി ഷിഫ, എനിക്ക് പേടിയാണ്. പേടിക്കേണ്ട ആവശ്യമില്ലടി. എന്തിനാ പേടിക്കുന്നത്? വാ നീ കയറ്, ഷമ്മാസ് പറഞ്ഞല്ലോ കൊണ്ടാക്കി തരാമെന്ന്. അതെടി ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാവും. അത് ആരെങ്കിലും ചോദിച്ചാൽ നീ പറഞ്ഞോണ്ടേ എന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാന്ന്. ഷിഫ നിനക്കത് പറയാൻ എളുപ്പമായിരിക്കും, പക്ഷെ എനിക്ക് പേടിയാണെടി. ഷമ്മാസ് ഒരിക്കൽ കൂടി പറഞ്ഞു, ഹിജാബി ഞാൻ കൊണ്ടുവിടാം, കൂടെ ഷിഫയും ഉണ്ടാവുമല്ലോ, പിന്നെന്താണ് പേടി? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഇനി ഷിഫയും ഹിജാബിയും ഷമ്മാസിൻ്റെ കാറിൽ കയറി വീട്ടിലേക്ക് പോകുമോ അതോ മറ്റു വല്ല മാർഗവും സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെയും നുസൈബയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നൂർ ഫാത്തിമയുടെ കഥ ആരൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ അത് ഇഷ്ടപ്പെടുന്നുണ്ട് അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരും നൂർ ഫാത്തിമ എന്ന നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നൂർ ഫാത്തിമ എന്ന ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ വേണമെങ്കിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിലിടാം. അത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാ അല്ലാ. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഒരു ക്രിസ്ത്യാനി പെണ്ണിൻ്റെ ജീവിതകഥയായിരുന്നു. നഴ്സായ ക്രിസ്ത്യാനി പെണ്ണ് ഒരു ഉസ്താദിനെ സ്നേഹിച്ചു. പിന്നീട് അവൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു, മുസ്ലിമായി. ഇപ്പോഴവിടുതാ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഗർഭിണിയാണ്. അപ്പോൾ കുട്ടിക്ക് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് വളർച്ചക്കുറവാണ് വയറ്റിലുള്ള കുഞ്ഞിനെന്ന് സ്കാനിങ്ങിലൂടെ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ എടുത്ത് ഒഴിവാക്കണമെന്ന് പറയാണ്. പക്ഷേ അവളതിന് കൂട്ടാക്കുന്നില്ല. എത്ര അംഗവൈകല്യമുള്ള കുഞ്ഞാണെങ്കിലും അള്ളാഹു നൽകിയതല്ലേ, അതിനെ ഒഴിവാക്കാൻ സമ്മതമല്ല എന്ന് പറഞ്ഞ് അവൾ ആ കുഞ്ഞിനെ വളർത്തുകയാണ്. മാത്രമല്ല അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിട്ടില്ല. ഇപ്പോൾ ഉസ്താദ് ഹജ്ജെല്ലാം കഴിഞ്ഞ് വന്ന് ഉപ്പാക്കിപ്പോൾ സുഖമില്ലാത്ത ഒരു അവസ്ഥയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി ഭാഗമൊക്കെ വരും. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നൂർ ഫാത്തിമ എന്നുള്ള ചാനൽ ടൈം ഉണ്ടെങ്കിൽ രാത്രി അല്ലെങ്കിലും പകലെങ്കിലും കാണുക, സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.